കലാവതിയെ കണ്ടിട്ട് കുറെ ആയല്ലോ, ഇവിടെ ഇല്ലായിരുന്നു. ഉണ്ട്. ഞാൻ എവിടെ പോവാനാ? പിന്നെ ഇവിടെ വരാൻ എന്തെങ്കിലും ഒരു കാരണം വേണമല്ലോ. ഇപ്പൊ എന്ത് കാരണം കൊണ്ടാ വന്നേ? ഇപ്പൊ വന്ന കാരണവും ഇവിടുന്ന് വീട് വിട്ടിറങ്ങിയ മീര എന്റെ കസ്റ്റഡിയിലായതുകൊണ്ട് നിങ്ങളുടെ അവസ്ഥ ഒന്ന് കണ്ടനുഭവിക്കാൻ വന്നതാ. എന്താ കലാവതി, ചോദിച്ച കേട്ടില്ലേ? ഏട്ടന് അസുഖമൊക്കെയാണെന്ന് അറിഞ്ഞു. ശബ്ദം നഷ്ടപ്പെട്ട ഒരു വല്ലാത്ത അവസ്ഥയിലാണെന്നറിഞ്ഞ് എനിക്ക് വലിയ വിഷമമായിരുന്നു. ശബ്ദം നഷ്ടപ്പെട്ട ഏട്ടനെ കാണാൻ വരുന്ന കാര്യം ചിന്തിക്കാൻ പോലും സാധിച്ചില്ല. ഇപ്പൊ MLAക്ക് അസുഖം ഭേദമായെന്നറിഞ്ഞപ്പോ ഒന്ന് വന്ന് കാണണമെന്ന് തോന്നി. ആ രജനി, എന്നെ കണ്ടപ്പോ രജനിയുടെ മുഖം ഒന്ന് വിളറിയല്ലോ, അല്ലേ പ്രഭേച്ചി? ഇളയമേ കാണുമ്പോ എന്റെ മുഖം എന്തിനു വിളരണേ? അതിപ്പോ എനിക്കാണോ? നിനക്കല്ലേ അറിയൂ. നിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു മോളെ. എന്റെ എന്ത് കാര്യം അറിഞ്ഞു? വിവാഹമോചനം നേടിയ കാര്യം. അതാണോ? അതൊരു വാർത്തയൊന്നും അല്ലല്ലോ. ഒരുമിച്ച് ജീവിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് കണ്ടു, തമ്മിൽ പിരിഞ്ഞു. അതൊരു നാട്ടു നടപ്പാ. അത് നാട്ടു നടപ്പല്ലാന്ന് ഞാൻ പറഞ്ഞോ? ഏട്ടന് കേട്ടതല്ലേ? ഞാനൊരു വിവരം അറിഞ്ഞു, അത് ചോദിച്ചു. പ്രൊഫസർമാര് അല്ലേലും ഇങ്ങനെയാ, അങ്ങോട്ട് ചോദ്യം ചോദിക്കുന്ന അവർക്ക് ഇഷ്ടമല്ല. ഞാനാണ് ചോദിക്കുന്നതെങ്കിൽ പ്രത്യേകിച്ചും. ഏയ്, അതൊക്കെ കലാവതിക്ക് തോന്നുന്ന. പ്രഭയുടെ ഇളയച്ചന്റെ മോളല്ലേ കലാവതി? അനിയത്തി. അനിയത്തിയോട് ചേച്ചിക്ക് എന്ത് ഇഷ്ടക്കേടാ? ഏട്ടനെന്താ കോമഡി പറഞ്ഞതാണോ അതോ കള്ളം പറഞ്ഞതോ? കള്ളം പറയുന്ന രാഷ്ട്രീയക്കാരനല്ല സിദ്ധാർത്ഥൻ MLA എന്നാ നാട്ടുവർത്തമാനം. അതുകൊണ്ട് ഇതെന്തായാലും കോമഡി തന്നെ ആയിരിക്കും. സിദ്ധു പറഞ്ഞതിൽ ഇത്രയ്ക്ക് ചിരിക്കാൻ എന്ത് കോമഡിയാ ഉള്ളത്? എന്നോടെ ചേച്ചിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞത് കേട്ടില്ലേ? അത് കോമഡിയല്ലേ? ആ, ഇപ്പൊ ചിലപ്പോ ഇഷ്ടം വന്ന് കാണും. കലാവതിക്കും ഇപ്പോ പണവും പ്രതാപവും ഒക്കെ ഉണ്ടല്ലോ. പണ്ടത്തെ കാര്യങ്ങളെ ഞാൻ ഇടയ്ക്കൊക്കെ ആലോചിക്കും. വീടും വസ്തുവും എഴുതി വിറ്റ് അച്ഛൻ കുടിച്ച് കിടപ്പാടം നഷ്ടപ്പെട്ട് തകർന്ന് തരിപ്പണമായിടത്ത് നിന്ന് പിന്നീട് ഞാൻ ഉയർത്തെഴുന്നേറ്റു. അന്നത്തെ കലാവതിയിൽ നിന്ന് ഇന്നത്തെ കലാവതിയായത് ചതുരംഗം കളിക്കുന്നത് പോലെ ശ്രദ്ധിച്ച് ചുവടുവെച്ച. അച്ഛൻ നഷ്ടപ്പെടുത്തിയതിന്റെ 100 ഇരട്ടി ഞാൻ നേടി. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാ. വീണ്ടും വീണ്ടും പറയുമ്പോൾ നിനക്കൊരു സന്തോഷം കിട്ടുമെങ്കിൽ നീ പറഞ്ഞു. എന്നോളം വളർന്നുവെന്നും പകിട്ടും പ്രൗഢിയും കൂടിയെന്നും ഒക്കെ രക്തബന്ധത്തിൽ ഒരാൾ, പ്രത്യേകിച്ച് അനിയത്തി. അത് പറയുമ്പോ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ആണോ? എനിക്കങ്ങനെ തോന്നുന്നില്ല. അത് നീ പണക്കാരിയായതിന്റെ ഒരു വിഭ്രാന്തിയിലല്ലേ ഇപ്പോ? അതുകൊണ്ടാവും. പക്ഷേ
എനിക്ക് തോന്നുന്നത് യഥാർത്ഥ വിഭ്രാന്തി ഇവിടെയുള്ളവർക്കാണെന്നാ.